നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ചില ആളുകളെല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെടാറുണ്ട്. അവർ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ വിഷമം ഉണ്ടാവാറുണ്ട്. എന്നാൽ അവർ തിരിച്ചു വരുന്നതെന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമാണ്. ഈ അടുത്ത് നമ്മൾ ഫോർഡ് എൻഡേവർ വരുന്നെന്ന് കേട്ടപ്പോൾ ഉണ്ടായിരുന്നത്. സോ ആ എൻഡേവർ എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അതാണ് നമ്മളിന്ന് ഇവിടെ ദുബായിൽ നിന്ന് കൊണ്ടുവരുന്നത്. സോ ദ ഫോർഡ് എൻഡേവർ ഇവിടെ അത് പക്ഷേ ഫോർഡ് എവറസ്റ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഫ്ലൈ വീൽ. ഇന്ത്യയിലെ എസ് യു വി എന്ന് പറഞ്ഞാൽ വളരെ പ്രോമിനൻ്റ് ആയി നിൽക്കുന്ന ഒരു സെഗ്മെൻറ്റാണ്. പക്ഷേ എസ് യു വി എന്നുള്ളൊരു ഫോമിൽ വന്നിരുന്ന വണ്ടികൾ ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിലേക്കാണ് ഇവോൾവ് ചെയ്ത് വന്നത്. പണ്ട് CR-V ഉണ്ടായിരുന്നു ഹോണ്ടയുടെ, പിന്നെ ഹ്യുണ്ടായുടെ ടെറാക്കാനും അങ്ങനത്തെ സാന്റാഫെയിലെ വണ്ടികളെല്ലാം വന്നെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റ് ഒക്കെ പ്രോമിനൻ്റ് ആയി വന്നത് ആക്ച്വലി രണ്ട് വണ്ടികളെ കൊണ്ടാണ്. അത് ടൊയോട്ട ഫോർച്യൂണറും ഫോർഡ് എൻഡേവറുമാണ്. എൻഡേവറും ഫോർച്യൂണറും ഈ ഒരു പ്രസൻസും ഈ ഒരു സൈസ് കൊണ്ട് തന്നെയാണ് ഈ സെഗ്മെൻറ്റിനെ കീഴടക്കി തന്നെ. അതിന് കാരണം കുറേ പൊളിറ്റീഷ്യൻസ് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അവരുടെ പവർ കാണിക്കാൻ പറ്റുന്ന ഒരു ബീസ്റ്റ് ആയിരുന്നു രണ്ടെണ്ണം. അപ്പം അതിൻ്റെ ശേഷം എൻഡേവർ ഇപ്പം നിർത്തിയതിൻ്റെ ശേഷം ആക്ച്വലി ടൊയോട്ടയ്ക്ക് ഒരു മോണോപ്പൊളിസ്റ്റിക് ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വില ഇങ്ങനെ കൂടി പോകുന്നുണ്ട്. അതിന് തടയിടാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പറ്റുമോ? നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഫോർഡ് എൻഡേവർ അല്ലെങ്കിൽ എവറസ്റ്റിൻ്റെ അടുത്തൊരു ജനറേഷനാണ്. ഈ ഒരു ജനറേഷൻ വന്നപ്പോൾ കുറേ ഡിസൈൻ ചേഞ്ചസ് കൊണ്ടുണ്ട്. മോർ ലൈക്ക് ഒരു അമേരിക്കൻ ഒരു SUV എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ള ഫോർഡിൻ്റെ കുറേ എലമെൻറ്റ് ഉണ്ടെങ്കിൽ കൂടി കുറച്ചുകൂടി ഇവിടെ കോമ്പറ്റീറ്റീവ് ബ്രാൻഡായിട്ടുള്ള GMC എന്നുള്ള കുറേ എലമെൻറ്റ്സ് കാണാം. പ്രത്യേകിച്ച് ഒരു ഫ്രണ്ടിൻ്റെ ഓവറോൾ ലുക്ക് യോക്കോൺ പോലത്തെ വലിയ SUVസിലുള്ള ഫീൽ ഉണ്ട്. പക്ഷേ അതെനിക്ക് തോന്നുന്നു പുതിയൊരു അമേരിക്കൻ വെഹിക്കിൾ ട്രീറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അമേരിക്കൻ SUV ട്രീറ്റ്മെൻ്റ് ആയിട്ട് കണക്കിലെടുക്കാം. എന്തായാലും മാറ്റങ്ങളുണ്ട്, നല്ല മാറ്റങ്ങളുണ്ട്. അത് ആക്സെപ്റ്റൻസും ഇഷ്ടപ്പെടുന്നല്ലോ. എനിക്ക് തോന്നുന്നു പേഴ്സണൽ ചോയ്സാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു മാസ്കുലിൻ ഫീൽ ഉണ്ടായിരുന്നു, കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ബുച്ചി ഫീൽ എന്ന് പറയാവുന്ന സാധനം എനിക്ക് തോന്നുന്നു പഴയ എൻഡേവറിനായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങളുടെ അഭിപ്രായം ശരി. ഫ്രണ്ട് എന്തായാലും വലിയൊരു ലൈറ്റ് വന്നിട്ടുണ്ട്. DRL ഇങ്ങനെ ഒരു C ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. വലിയ പ്രോമിനൻ്റ് ആയിട്ടുള്ള വലിയ ക്രോമോട് കൂടിയിട്ടുള്ള ഫോർഡ് ലോഗോ ഉള്ളൊരു ഗ്രില്ല് വന്നിട്ടുണ്ട്. ഉള്ളിലെല്ലാം മെഷ് കാണാം. ഇതെല്ലാം അട്രാക്റ്റീവ് ആണ് കേട്ടോ. ഞാൻ പറയുന്നത് ആ ഒരു മാസ്കുലിനെസ് കുറച്ചുകൂടി സോഫ്റ്റായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, പേഴ്സണൽ ചോയ്സ്. ഇവിടെ എല്ലാം തന്നെ മസ്കുലിൻ ഫീൽ കിട്ടുന്ന ഒരു ലൈൻസ് ഹുഡിൽ വന്നിട്ടുണ്ട്. ബമ്പറിലും കുറച്ചൊരു മാസീവ് ഫീൽ ഉണ്ട്. ബേസിക്കലി ഇത് XLT എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് വേരിയൻ്റ്, ലിമിറ്റഡ് എന്ന് പറഞ്ഞ ടോപ്പ് ആൻഡ് വേരിയൻ്റ്, അതായിരിക്കും ഇന്ത്യയിൽ വരുന്നുണ്ടാവുക. അതിൻ്റെ ശേഷം XLT പിന്നെ XL ആണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇത് സെക്കൻഡ് വേരിയൻ്റ് ആണ്. ആ പോരായ്മകൾ അല്ലെങ്കിൽ ആ ഒരു കുറവുകൾ കുറേ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. അത് കുഴപ്പമില്ല, അത് ആക്ച്വലി ഈ ഒരു വേരിയൻ്റേതാണ്. എനിവേ ഫ്രണ്ടിൽ ഇത്രയും മാസ്കുലിനെസ് നമുക്ക് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റിൽ പറയാം. നമുക്ക് ഇനി സൈഡ് പ്രൊഫൈൽ ഏതായാലും നോക്കാം. സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റ് നോട്ടീസ് ചെയ്യാൻ പോകുന്ന കാര്യം ഈ ഹെഡ്ലൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈൻ ഇങ്ങനെ ബോഡി പാനലിൽ കണ്ടിന്യൂ അത് പോകുന്നു. ഇറ്റ് ലുക്സ് ഗുഡ്. പക്ഷേ എനിക്ക് നേരത്തെ തന്നെ ഡിസൈൻ ആയിരുന്നു ഇഷ്ടം. കാരണം ഒരു കേർവി ആയിട്ട് ഈ ഒരു വീലാച്ചിനെ കാണിക്കുന്ന, ഈ വീലാച്ചിൻ്റെ ഒരു ഷേപ്പ് കാണിക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ദാറ്റ് വാസ് ബെറ്റർ. ദാറ്റ് ഒരു കുറച്ചുകൂടി ഒരു മാൻലി ലുക്ക് അതായിരുന്നു. പിന്നെ ഇവിടെ ഒരു ബോഡി പാനലൊക്കെ ഇപ്പോൾ ബോഡി കളർഡ് ആയിട്ടുണ്ട്. അതും നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് പാനലായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്ന കുറച്ചുകൂടി രസം. ചിലപ്പോൾ അത് ലിമിറ്റഡിൽ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ വരാനായിരിക്കും സാധ്യത കൂടുതൽ. പിന്നെ ടയേഴ്സാണ്. ഇതിപ്പോൾ നേരത്തെ ഒക്കെ പറഞ്ഞല്ലോ XLT എന്ന് പറഞ്ഞ എഡിഷനാണിത്. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ മിക്കവാറും ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ വേരിയൻ്റായിരിക്കും വരിക. അതിനപ്പോൾ എന്തെങ്കിലും ടയർ സൈസ് കൂടും. ഇതിപ്പോൾ 18 ഇഞ്ച് അലോയ്സാണ് വരുന്നത്. അതാകുമ്പോൾ 19 or 20 ഇഞ്ച് അലോയ്സായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ ഇവിടെ വന്ന ഒരു ടർബോ ബാഡ്ജിങ് കാണാം. നമ്മുടെ നാട്ടിലേക്ക് പറഞ്ഞ പോലെ EcoBeast എഞ്ചിനായിരിക്കും വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഈ ടർബോ ബാഡ്ജിങ് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ വരുമ്പോൾ ഒരു വലിയ മിറേഴ്സ് കാണാം. മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് വന്നിട്ടുണ്ട്. വലിയ മിറേഴ്സാണ്, അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇറ്റ് ലുക്സ് വെരി നൈസ്. ഈ വന്നേക്കുന്ന ഫ്രണ്ടിൽ നിന്ന് ലൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബോഡി ലൈൻ ഇവിടെ നടുക്ക് എത്തുമ്പോൾ ഡിസോൾവ് ആയിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ വീണ്ടും ഫോമായിട്ട് ലൈറ്റിലേക്ക് ജോയിൻ ആവുക ചെയ്യുന്നത്. നേരിട്ട് കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഐ ഫീൽ ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഇതിന് മുന്നത്തെ ഡിസൈൻ ആയിരുന്നു കാണാൻ രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഡൈനാമിക് ലൈൻ കാണാം. ഇതും കുറച്ച് SUVസിൽ കാണുന്ന ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ആ ഒരു SUV കാറ്റർ കൊടുക്കുന്ന രീതിയിലാണ്. ഇതും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റീഷൻ വെഹിക്കിൾസിലുള്ള ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇവർ കണ്ടിന്യൂ ചെയ്തേക്കുന്നത്. ഇത് പിന്നെ ഇവരുടെ മാർക്കറ്റിംഗ് വെഹിക്കിൾ ആയതുകൊണ്ട് മേളിലൊരു ടെൻറ്റ് ഉണ്ട്, ഒരു ബേസ് റാക്ക് വന്നേക്കുന്ന ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ. ഇറ്റ് ലുക്സ് വെരി ഗുഡ്. നമ്മുടെ നാട്ടിൽ എന്തായാലും വരാൻ പോകുന്നില്ല. ബട്ട് ഈ ഒരു വെഹിക്കിളിൻ്റെ ശരിക്കും ഫീൽ കിട്ടുന്നത് ഇങ്ങനത്തെ കുറച്ച് ഫിറ്റ്നസ് ഒക്കെ വരുമ്പോഴാണ്. പിന്നെ താഴെ ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. ബാക്കിൽ വരുമ്പോഴും ടയർ. ഇറ്റ് ലുക്സ് നൈസ്. അലോയ്സ് കാണാൻ ഭംഗിയുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന അലോയ്സ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും.
ഇനി ബാക്കിനെ കുറിച്ച് എന്താ അഭിപ്രായം? കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തുള്ള ഡിസൈനാണ്. ശരിക്കും പഴയ എൻഡേവർ പോലെയല്ല. പഴയ എൻഡേവറിന് കുറച്ചുകൂടി ചെറിയ ലൈറ്റ്, 2 സ്പ്ലിറ്റ് ആയിട്ട് ലൈറ്റാണ്. ഇന്നിപ്പം എല്ലാം കണക്റ്റഡ് ആണ്. ഇത് ആക്ച്വലി ലൈറ്റ് കണക്ട് ചെയ്തില്ലെങ്കിലും പോഷെ പോലെ ഇവിടെ ഇങ്ങനെ എവറസ്റ്റ് എന്നുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ എവറസ്റ്റ് എന്നുള്ള പേരുള്ളതുകൊണ്ടിരിക്കുന്നുള്ളൂ ഇവിടെ ഒരു എവറസ്റ്റ് ഉള്ളത്. അതെ, എവറസ്റ്റ് ഉണ്ട്. അത് ക്ലൈംബ് ചെയ്യാൻ നീ നിൽക്കണ്ട. എനിവേ തിരിച്ച് നമുക്ക് വണ്ടിയിലേക്ക് വരുമ്പോൾ എവറസ്റ്റ് ഉള്ളത് എൻഡേവർ ആവും, അത് നമുക്കറിയാം. എനിവേ ബാക്ക് കാണുമ്പോൾ എഗെയിൻ സബ്ജക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. പഴയതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അറിയില്ല, അതാണ് എനിക്ക് ബെറ്റർ തോന്നുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലൈറ്റ് ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ചുകൂടി ഒരു ഫ്യൂച്ചർ ലൈറ്റ് ഈസ് ഗുഡ്. ലൈറ്റിന്റെ ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ ഗ്രാഫിക് ലെവലും ആ ഒരു എന്താ പറയുക സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്ന നല്ല അട്രാക്റ്റീവ് ഉണ്ട്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഫ്രണ്ടും ബാക്കും മാച്ച് ആവുന്നില്ല. അല്ല, അതാണ് ഫ്രണ്ടും ബാക്കും. നേരത്തെ ഫ്രണ്ടത്തെ ചെറിയ ലൈറ്റും വലിയ ഗ്രില്ലും പോലെ തന്നെ ചെറിയ ലൈറ്റ് ആയിരുന്നു, ടെയിൽ ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ എന്താ പറയുക ബാലൻസിങ് ഇവിടെ മിസ്സായി, ബാലൻസ് ആയിട്ടില്ല. അതെ, അതർവൈസ് ലൈക്ക് ബോക്സി ഷേപ്പ് ഉണ്ട്, വലുതായിട്ട് തോന്നുന്നുണ്ട്. നമുക്കിവിടെ സ്പോയിലർ കാണാം, അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ലൈറ്റ്സ് കാണാം. ഇപ്പോൾ എയർബിൻ്റെ ആ കിറ്റുള്ളതുകൊണ്ട് അതിൻ്റെ മേലെ സ്പോട്ട് ലൈറ്റ് എല്ലാം വെച്ച് റിയലി അട്രാക്റ്റീവ്, ശരിക്കും പറഞ്ഞ ഒരു അഡ്വഞ്ചർ ഫീൽ ഉണ്ട്. റിയറിൻ്റെ ആ ഒരു ടെയിൽ ലൈറ്റിനൊരു ടെയിൽ ഗേറ്റിനൊരു ഡിസൈനും എല്ലാം തന്നെ മാച്ച് ആവുന്നുണ്ട്. ഈ ഡിസൈൻ ലാംഗ്വേജ് ഒരു സിമിലാരിറ്റി മിസ്സിംഗ് ആണ്. താഴെ വേറെ നമുക്ക് എക്സോസ്റ്റ് ഒരു സൈഡിലുണ്ടെന്നല്ല വേറെ ഒന്നുമില്ല. ഒരു ബൾക്കി ഫീൽ ഉണ്ട്. നമുക്ക് തുറന്നു കഴിഞ്ഞാലും അത്യാവശ്യം വലിയൊരു ബൂട്ട് കാണാം. ഇതിപ്പോൾ ബോക്സ് എല്ലാം വെച്ച് നമുക്ക് സൈസ് മനസ്സിലാവാനാണ്. അപ്പോൾ നമുക്ക് ഇത് തേർഡ് റോ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് സെക്കൻഡ് റോ സീറ്റ് പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ബൂട്ട് സ്പേസ് ആണ്, വിച്ച് ഇസ് അഗെയിൻ മോർ ദാൻ വാട്ട് ഇറ്റ് വാസ് ഏർലിയർ. എനിക്ക് നമ്പേഴ്സ് ഓർമ്മയില്ല, ബട്ട് ഫ്രം വാട്ട് ഐ റെഡ് ഇറ്റ് ഇസ് മോർ. അപ്പോൾ ഇങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ വാട്ട് എവറസ്റ്റ് വാസ് അല്ലെങ്കിൽ എൻഡേവർ വാസ് ഫോർ ഇന്ത്യ സ്റ്റിൽ റീറ്റെയിൻ. ഓൺലി തിങ് നമുക്കിപ്പോൾ ഇവിടെ ഇതിൽ ഈ ഒരു വേരിയൻറ്റിൽ ഇലക്ട്രിക്കൽ ബൂട്ട് കിട്ടും. സോ ഓവറോൾ ലുക്ക് വൈസ് നിങ്ങൾക്ക് എന്ത് തോന്നി? ഇറ്റ് റിയലി മാറ്റേഴ്സ്, ബട്ട് യു ആർ ദ ഗൈസ് ഗോണ ബൈ ഇറ്റ്. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റിൽ പറയാം. അവർ ചോയ്സ്, അവർ ഒപ്പീനിയൻ വി ഓൾറെഡി ടോൾഡ്. നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ നാട്ടിൽ എൻഡേവറിന് ഇത്രയും ഫാൻസ് ആവാൻ ഒരു കാരണം അതിൻ്റെ ഒരു ഓഫ് റോഡബിലിറ്റി ആയിരുന്നു. ലുക്സ് എല്ലാം ഉണ്ടെങ്കിലും. അപ്പോൾ നമ്മളിപ്പോൾ അത് അവിടെ ഉള്ളത് ദുബായിലായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മണലേ കിട്ടത്തുള്ളൂ. ഒരു ഓഫ് റോഡ് നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ ചെയ്യാണ് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. കാരണം ഇതിപ്പോൾ ഒരു ഓഫ് റോഡ് സ്പെക്ക് ആയിട്ടുള്ള ലിഫ്റ്റിംഗ് കാരും ചെയ്തില്ല, സ്റ്റാൻഡേർഡ് വെഹിക്കിളാണ്, XLT ആണ്. പക്ഷേ ഇവിടെ സാധാരണ ഒരു കാര്യം, നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ സാധാരണ ഓഫ് റോഡിന് ഇൻഷുറൻസും കൂടെ പാക്കേജിൽ കവർ ചെയ്യും. കാരണം ഓഫ് റോഡ് പോകുമ്പോൾ പരിക്കുകൾ പറ്റാറുണ്ട്. ചെറിയ ബുഷ് തന്നെ ചിലപ്പം ബാങ്ക് ചെയ്യുമ്പം പറ്റും. നമ്മൾ പോകുന്ന അത്യാവശ്യം സ്പീഡിലും കാര്യമില്ലാകുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതില്ലാത്ത നമ്മൾ കാണുന്ന പോലെ സോഫ്റ്റ് അല്ല കേട്ടോ. മണലിൽ പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ മണലിച്ചിരി. പക്ഷേ ഒരു കാര്യം പറയാം, അങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണ് ഓഫ് റോഡ് ഇസ് ഫൺ. ഓഫ് റോഡ് ഇസ് വെരി ഫൺ. ആൻഡ് ഇൻ ദിസ് ഓൾസോ എനിക്ക് ഒറ്റ ഡ്രോബാക്ക് തോന്നിയിട്ടുള്ള ഞാൻ പറയട്ടെ ആദ്യം തന്നെ. ഇത് മാനുവൽ ഗിയർ ബോക്സ് ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന വണ്ടിയിലുള്ളത് സൈഡിൽ, ഈ ഗിയറിൻ്റെ സൈഡിൽ ബട്ടണാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഡൗൺ ഷിഫ്റ്റ്, കാരണം ഇതിൽ 10 ഗിയർ കിടക്കുന്നുണ്ട്. അപ്പോൾ തേർഡിൽ ലോക്ക് ആക്കണമെങ്കിൽ കുറേ പ്രാവശ്യം ടാപ്പ് ചെയ്യണം. അതൊന്നും അറിയാതെ ഡ്രൈവിലേക്ക് ആയിപ്പോയാൽ ക്യാൻസൽ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഞാൻ ഓക്കെ സെറ്റാക്കി 3ൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. ആൻഡ് having fun. Yes, very much fun. Car is very capable too. നന്ദു വരുമ്പോൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചെറുതായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് നന്ദുവിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യും. പക്ഷേ റൈറ്റ് നൗ ഹാവിങ് ഫൺ. ഇതിപ്പോൾ സത്യം പറയല്ലോ നമ്മൾ ടയർ ഡീഫ്ലേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് ഓഫ് റോഡ് സ്റ്റോക്ക് കണ്ടീഷനിലല്ലേ വണ്ടി ഓടുന്നത്. അതെ, പക്കാ സ്റ്റോക്ക് കണ്ടീഷൻ. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ മോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പം പഴയ ഉണ്ടായിരുന്നേക്കാട്ടിലും കുറച്ച് മോഡ്സ് കൂടിയിട്ടുണ്ട്. ഇതിനകത്ത് മോഡ്സ് കാണുന്നത് സ്നോ, മഡ് ആൻഡ് റെഡ്സ്, പിന്നെ ട്രെയിൽ വരുന്നുണ്ട്, പിന്നെ ടോ ചെയ്തിട്ടുണ്ട്. വണ്ടി ബാക്കിൽ ലോഡ് കുടിക്കാൻ ടോ ചെയ്യാനുണ്ട്, പിന്നെ നോർമൽ വീക്കോ. നേരത്തെ ഉണ്ടായിരുന്നതിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന എൻഡേവറിൽ ടോ ആൻഡ് ഹോൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് നമ്മള് പൊളിക്കുമ്പോ റോഡിലേക്ക് ഓടി ഓടിച്ചാൽ ട്രാക്ക് നോക്കി ഓടിച്ചാൽ ഇത് എത്രയല്ല പോകുന്നത്? 100. ബേസിക്കലി ഇപ്പോൾ 4 വീൽ ഹൈയിലാണുള്ളത്. ഈ പറഞ്ഞ സാൻഡ് മോഡാണ്. നമ്മുടെ മുന്നിലൊരു വണ്ടി കൂടെ ട്രാക്ക് വെക്കുന്നുണ്ട്, അതിന്റെ കല്ല് തെറിക്കുന്നതാണ്. മുന്നിൽ പോകുന്നത് വേറെ നീ പോയതോട്ട് ലേശം സ്പീഡ് കൊടുത്തില്ല. അപ്പോൾ എന്തായാലും ഒരു കാര്യം, നമ്മളൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളി ഫണ്ണാണ്. സസ്പെൻഷൻ ഇസ് വെൽ ട്യൂൺഡ്. ഈ ഒരു കണ്ടീഷൻ ഇപ്പോൾ ഇത് ശരിക്കും നമുക്ക് സസ്പെൻഷൻ വിലയിരുത്താൻ പറ്റുന്ന സ്ഥലമാണ്. കുറച്ച്
മോശമായിട്ടുള്ള സ്ട്രെയിറ്റ് റോഡാണ്, ഗ്രാവൽ പാത്ത് പോലെ. പക്ഷെ വണ്ടിക്കകത്തേക്ക് ഒരു ഒച്ചയോ ആവശ്യമില്ലാത്ത വിളികളൊന്നും ഇല്ല, സൈലന്റ് ആണ് വണ്ടി. നോയ്സ് മറ്റേ NVH നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നേരത്തെ. ഇച്ചിരി ഉള്ളിൽ നല്ല സൈലന്റ് ആണ് വണ്ടി. ഓക്കെ, I'm having fun. Cool. ഇതാരട്ടോ ഓഫ് റോഡിൽ കിട്ടുന്ന ഫൺ നമുക്ക് വേറെ എവിടെയും കിട്ടൂല. ഒന്നും പറയാനൊന്നുമില്ല, നമ്മൾ എൻജോയ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ് ഫൺ. വാവ്. ഓക്കെ, സോ ഓഫ് റോഡ് അവൈലബിലിറ്റി ഇൻ സാൻഡ് ഇസ് സോർട്ടഡ്. നമ്മുടെ നാട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള ഓഫ് റോഡിങ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഓഫ് റോഡ് നമുക്ക് ചെയ്യാം. Then this was a lot of fun. ഇനി നമുക്ക് വാഹനത്തിന്റെ അകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് പതുക്കെ സംസാരിച്ചോളാം. ഞാനൊന്ന് നോർമൽ മോഡലാവട്ടെ, ആദ്യം വണ്ടിനെ നോർമൽ മോഡലാക്കാം. ഓക്കെ, സോ നമുക്ക് വേണ്ട സമയത്ത് മോഡ് മാറ്റുമ്പം 4 വീലർ ഹൈയോ ലോയിലോ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ. ഇപ്പം നമ്മളിതിപ്പം ശരിക്കും 2 വീൽ എച്ചിലാക്കി. ഇനി നമ്മൾ മര്യാദയുടെ ഭാഷയിൽ പോകുന്നു. ഓക്കെ നന്ദു, ഹൗ ഡു ഫീൽ ദ ഇന്റീരിയർ ചേഞ്ചസ്? ഇന്റീരിയർ വന്നിരിക്കുന്ന പക്ഷേ എനിക്ക് ഡെഫിനറ്റ്ലി ഇംപ്രൂവ്മെന്റ്. ഡിസൈൻ വൈസ് നല്ല ഇംപ്രൂവ്മെന്റ് ആണ്. വെരി നൈസ്. ഒരു ടെസ്ല ഇൻസ്പയർഡ് നല്ല ഇപ്പോഴത്തെ ലക്ഷറി പുറത്തെ എഡ്ജി ഡിസൈൻ അകത്താണ് ശരിക്കും മാച്ച് ആവുന്നത്. ഈ എഡ്ജി ഡിസൈൻ ആണ് അകത്തും വന്നേക്കുന്നത്, പക്ഷെ അകത്ത് മാച്ച് ആവുന്നുണ്ട്. ബട്ട് വൺ തിങ് പേടിച്ചോ, വണ്ടി വരുന്നതാണ് ഒരു പേടിയപ്പോ. ഇവിടെ വെള്ളം റോഡിലേക്ക് കയറുമ്പോ ഇവിടുത്തെ എൻട്രി വ്യത്യാസമാണ്. നമ്മുടെ നാട്ടിലെ പോലെ ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വീതിയുള്ള റോഡ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ട്രക്ക് കാണുമ്പോഴേക്ക് അവർ 1.5 സ്പീഡിൽ വരും, 100 കിലോമീറ്റർ 80 കിലോമീറ്റർ അത് വരുന്നത്. എനിവേ, ഇതില് ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന ഞാൻ പറഞ്ഞ XLT വേരിയന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇതില് ടോപ്പ് നോച്ച് ട്രിം അല്ല വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ട്രിം എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് ലെവൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഡാഷിലെല്ലാം നമുക്ക് പ്ലാസ്റ്റിക് ഫീൽ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വരുന്ന മോഡൽ അതായിരിക്കില്ല. ഇവിടെ വരാൻ പോകുന്ന കുറച്ചുകൂടി ഈ ഒരു നമ്മളെ ഗിയർ ലിവറിന്റെ മേലുള്ള പോലത്തെ ലെതർ കവേർഡ് ആയിട്ട്. അതെ, ലിമിറ്റഡ് നമുക്ക് മിക്കവാറും പിന്നെ ഏറ്റവും കൂടുതൽ പറയുന്നത് ബേജ് ആയിരിക്കും. ബേജ് കളറും എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു സബ്ജക്ട് ടു ദ മാർക്കറ്റ് ആയിരിക്കും ഉണ്ടാവുക. കുറച്ചുകൂടി ബേജ് കളർ, മേ ബി ബ്രൗൺ വരാൻ ചാൻസ് ഉണ്ട്. നമുക്കുള്ള ചാൻസ് ഉണ്ട്. ഈ ഫിനിഷിംഗ് ആണ്, ഫിനിഷിംഗ് കുറച്ചുകൂടെ എന്തായാലും ബെറ്റർ ഫിനിഷ് ആയിരിക്കും ഇന്ത്യയിൽ വരുന്നുണ്ടാവുക. പിന്നെ സ്ക്രീന് എനിക്ക് തോന്നുന്നു ലിമിറ്റഡിൽ വലിയ സ്ക്രീൻ ആയിരിക്കും ഉണ്ടാവുക, കുറച്ചുകൂടെ വലിയ സ്ക്രീൻ ആവാൻ സാധ്യതയുള്ള പോലെ. അതെ. പിന്നെ ഉള്ളത് എയർവെന്റിന്റെ പൊസിഷൻ എല്ലാം തന്നെ നന്നായിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിന്റെ ഒരു ഡിസൈൻ നല്ല, പക്ഷെ അഗൈൻ ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ ഫീൽ ഉള്ളതെല്ലാം എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിന് പുറമെ നമുക്ക് AC-ന്റെ സ്വിച്ചസ് പുറത്തും വരുന്നുണ്ട്, വോളിയം കൺട്രോൾ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവുന്നുണ്ട്. AC-യുടെ മോഡ്സ് കംപ്ലീറ്റ് മാറ്റാനായിട്ട് നമുക്ക് സിസ്റ്റത്തിനകത്ത് തന്നെ മാറ്റണം. പക്ഷെ ആവശ്യമുള്ള സാധനം മറ്റേ വെന്റിന്റെ ഇത് ബ്ലോവർ സ്പീഡ് കൂട്ടാനും ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനൊക്കെ അത് പുറത്ത് തന്നെ പറ്റും. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടീൻ്റെ മേലുള്ള ആ ഒരു എയർബിയുടെ ബോക്സ് ഉള്ളതുകൊണ്ട് കുറച്ച് നമുക്കൊരു എയർ പിടിക്കുന്ന സൗണ്ട് നമുക്ക് ഉള്ളിലേക്ക് കേൾക്കാം. അത് നോർമൽ കേസിൽ ഉണ്ടാവില്ല കേട്ടോ. ആ ബോക്സ് ഉള്ളതുകൊണ്ട് അത് മുമ്പ് നമ്മൾ ഡിഫൻഡർ 130 കാണുമ്പോഴും ആ ബോക്സ് ഉള്ളതുകൊണ്ടുള്ള സൗണ്ട് ഉള്ളോട്ട് കയറുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അതെ ആ റാക്ക് കാര്യങ്ങൾ വരുമ്പോഴുള്ള ഒരു ഡ്രാഗും കൂടും, അതേപോലെ തന്നെ സൗണ്ടും കൂടും. ബട്ട് ഇൻ റിയൽ കണ്ടീഷനിലേക്ക് തോന്നുന്നു അത് കുറയാനാ ചാൻസ്. അപ്പം അതുകൊണ്ട് ഇമ്പ്രൂവ്മെന്റ് തന്നെയാണത്. ഇനി ഒരു ബിഗ് ബുച്ച് SUV-ന്റെ മെയിൻ ഗുണം എപ്പോഴും സ്പേസ് ആണ്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഞാനും ഒക്കെയും വിരിഞ്ഞിരിക്കുന്ന മാത്രമല്ല സെക്കൻഡ് റോ സീറ്റിലും മറ്റേ സ്പേസ് ഉണ്ട്. മിസ്സിംഗ് ആയി തോന്നിയിട്ടുള്ള അതിന്റെ കുറച്ച് തായ് സപ്പോർട്ട് കുറഞ്ഞതാണ്. അത് നന്ദുവിന്റെ ഒരു പൊസിഷനിൽ നമുക്ക് കാണിച്ചു തരാം. തേർഡ് റോ സീറ്റ് അഗൈൻ കുട്ടികൾക്കുള്ളത് തന്നെയാണ്. അത് ഈ ഒരു സെഗ്മെന്റിൽ എനിക്ക് ഒന്നിനും ഫുൾ സൈസ് ഒരു ഫീൽ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇരിക്കാം, എല്ലാവർക്കും ഇരിക്കാം, പക്ഷെ നമ്മുടെ സെക്കൻഡ് റോ സീറ്റിന്റെ സ്പേസ് കുറയ്ക്കേണ്ടി വരും എന്നുള്ള. ഒരാൾക്ക് വേണമെങ്കിൽ വിശാലമായിട്ട് ഇങ്ങനെ പക്ഷെ രണ്ടുപേർക്ക് ഇരിക്കുമ്പോൾ അതൊരു വിശാലമായിട്ട് ഇരിക്കുമ്പോൾ കുറച്ച് നീളമുള്ള കാലെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഒരു 5+2 അത് തന്നെ കണ്ടാൽ മതി. അപ്പോൾ ഇത്രയാണ് ഇന്റീരിയർ വരുന്നത്. ഇപ്പോൾ ഈ ഒരു വേരിയന്റിൽ നമുക്ക് സൺറൂഫ് ഇല്ല. ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൺറൂഫ്. അത് ടോപ്പ് എൻഡ് വേരിയന്റിലേ ഉള്ളൂ. അപ്പോൾ അതായിരിക്കും ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഹാവിങ് സെഡ് ഓൾ ദാറ്റ്, നമുക്ക് ഇപ്പോൾ ഉള്ള റോഡിലാണ്ടും ഡ്രൈവിംഗ് ആയതുകൊണ്ടും കാര്യങ്ങളൊക്കെ എഞ്ചിനെ കുറിച്ച് സംസാരിച്ചില്ല. അതെ, എഞ്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ വരുന്നത് ഇപ്പോൾ 2.3 ലിറ്റർ ഈക്കോ ബൂസ്റ്റ് എഞ്ചിനാണ്. സൈഡിൽ ടർബോ എന്നുള്ളത് ബോർഡ് കാണാം. ഇത് കൂടാണ്ട് അവർക്കൊരു 3 ലിറ്റർ V6 ഉണ്ട്. ഇന്ത്യയിലേക്ക് ഏതായിരിക്കും കൊണ്ടുവരാന്ന് ഐ ഫീൽ ദ 2.3 ഈക്കോ ബൂസ്റ്റ് ആയിരിക്കും. മേ ബി 3 ലിറ്റർ ഓൾസോ. ഇന്ത്യയിൽ 3 ലിറ്റർ ഉണ്ടായിരുന്നു മുമ്പ്. V6 എഞ്ചിൻ
അല്ല പറയാൻ പറ്റില്ല, കാരണം ഇത് ഇമ്പോർട്ടഡ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആ ഒരു സെഗ്മെന്റ് ഓഫ് ആളുകൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഡീസൽ ഓപ്ഷൻ വരുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിപ്പം നമുക്ക് ഏതായാലും ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. സോ വി ആർ നോട്ട് കമൻറ്റിങ് ഓൺ ദാറ്റ്. നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ ഈ 2.3 ലിറ്റർ ഇക്കോ ബൂസ്റ്റ് വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എഞ്ചിൻ സ്മൂത്ത്, പവർഫുൾ ആണ്. എത്ര പവർ വരുന്നത്? 300 HP വരുന്നുണ്ട്. പഴയ പോലെ തന്നെ സെയിം, പക്ഷേ 420 Nm ടോർക്ക്. 420 Nm ടോർക്ക്. സോറി, അത് ഞാൻ മറ്റേ 3 ലിറ്ററിൻ്റെ ബട്ട് ഗിയർ ബോക്സ് റിയലി മാറ്റേഴ്സ്. 10 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ആ 10 സ്പീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മോസ്റ്റ് ഗിയേഴ്സ് ഉള്ള ഗിയർ ബോക്സ് ആണ് അത്. നമ്മൾ വേറെ ലെക്സസിൽ പറയേണ്ടത് CVT ആണ്. ആ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ട്രോക്ക് കൺവേർട്ടറിൽ 10 ഗിയർ ഉള്ള ഒരു കാർ എന്ന് പറഞ്ഞാൽ വളരെ റയർ ആയിട്ടുള്ള സാധനമാണ്, അതാണുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് ഗിയർ ബോക്സ്. എനിക്ക് തോന്നിയില്ല ഈ ഒരു ഗിയർ ലിവറിന്റെ മേലല്ല, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം പെഡൽ ഷിഫ്റ്റർ ഇല്ലാത്ത ഒരു കൺട്രോളിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് കുഴപ്പമില്ല തോന്നിയില്ല. എക്സാക്ട്ലി. അതിന്റെ വേറെ ഡ്രോബാക്ക് എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ 2.7 3.7 എടുക്കുമ്പോൾ ഫ്രണ്ട് റിയർ എടുക്കുമ്പോൾ ഇത് നേരെ പാർക്കിലേക്ക് പോയി പോവാണ്. അപ്പൊ അങ്ങനെ നമുക്ക് യൂസ്ഡ് ആവേണ്ട ഒരു കാര്യമുണ്ട്. യൂസ്ഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കുഴപ്പമുണ്ടാവില്ല. ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ആക്കാറുണ്ട്, ശ്രദ്ധിക്കണം. അതെ. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് കവർ ചെയ്യാൻ കിട്ടിയിട്ടുള്ള എൻ്റെ ഫ്രണ്ടും എൻ്റെ ക്ലാസ്മേറ്റും വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ജുനൈദ് കാരണമാണ്. ജുനൈദ് ഫോർഡ് മിഡിൽ ഈസ്റ്റ്. യെസ്, താങ്ക് യു ജുനൈദ്. ഫോർഡ് മിഡിൽ ഈസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി അതിൻ്റെ സ്ട്രാറ്റജിക്കലിലാണ്, പക്ഷെ നമ്മൾ ആ കണക്ഷൻ്റെ മേലെ മാർക്കറ്റിംഗ് വെഹിക്കിൾസ് നമുക്ക് തന്നതാണ്. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഡ്രൈവിംഗ് ടുഡേ. ഇന്ത്യയിൽ ഏതായാലും വരുമ്പോൾ മീഡിയ കാറുണ്ടാകുമ്പോൾ ഫുള്ളി ലോഡഡ് വെഹിക്കിൾ എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അന്ന് ഓടിക്കാം. എന്തായാലും നമ്മൾ അത്യാവശ്യം ഓടിച്ചു. ഇന്ന് രാവിലെ മുതൽ ഓടിക്കേണ്ടത് നന്ദു ഓടിച്ചു, ഞാൻ ഓടിച്ചു. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകണം. ഇന്ന് പള്ളിയുള്ള ദിവസമാണ്, വെള്ളിയാഴ്ച, അതുകൊണ്ട് പോകണം. ഇതുവരെ ഉള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ലോട്ട് ഓഫ് പ്ലേസസ് ദ കാർ ഹസ് ഇംപ്രൂവ്ഡ്. സം പ്ലേസസ് ലൈക്ക് ഇറ്റ്സ് നോട്ട് അബൌട്ട് നോട്ട് ഇംപ്രൂവിങ്, അതൊരു സബ്ജക്റ്റീവായി നിൽക്കുന്നു. ബേസിക്കലി ദ ഡിസൈൻ. ഇപ്പോൾ എൻ്റെ ബാക്കിൽ പോകുന്ന GMC ഉണ്ട്, അതിൻ്റെ ഒരു ചായവെല്ലാം നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അതെല്ലാം നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറ്റും. ഇന്ത്യയിൽ വരുന്ന മുമ്പ് തന്നെ നമ്മളൊരു പ്രിവ്യൂ തരികയാണ്. ഇന്ത്യയിൽ വരുന്നെന്നുള്ളതും ഇപ്പോഴും ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല, അത് ഞാൻ വീണ്ടും പറയണം. പക്ഷെ വരുന്നുണ്ടാവാൻ ചാൻസ് ഹൈ ആണ്, കാരണം പേറ്റന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ റൂള് ഈസ് ആപ്ലിക്കബിൾ ഫോർ ദിസ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ. എന്തായാലും ഇന്ത്യയിൽ ഫോർഡ് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇനി ഇക്കോ സ്പോർട്ട് പോലത്തെ ചെറിയ വണ്ടികൾ കൊണ്ടുവരും, അത് മാസ് വോളിയം വെഹിക്കിൾ ആയിട്ട് കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. ചാൻസസ് ഉള്ള ഒന്ന് ഇതാണ്. ഒന്ന് എനിക്ക് തോന്നുന്നു മസ്താങ് ആയിരിക്കും. അതേപോലെ തന്നെ ചില മാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് വരാൻ ചാൻസ്. ഇതെല്ലാം നമുക്ക് ഇൻ ടൈം വിൽ ഓൺലി ടെൽ അസ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി വരുന്നുണ്ടെങ്കിൽ ഉറപ്പുള്ളൊരു വെഹിക്കിൾ എന്ന രീതിയിലാണ് നമ്മൾ ഈ എൻഡവർ AK എവറസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. ഐ എം ഇംപ്രസ്ഡ്. ഐ ആം ഓൾസോ ടു ആൻ എക്സ്റ്റെന്റ് ഇംപ്രസ്ഡ്. കാരണം കോമ്പറ്റീഷനെക്കാട്ടിലും മേളിൽ നിൽക്കുന്നുണ്ട്. യെസ്. വൺ മോർ ഫാക്ടർ അതിലെന്താ വെച്ചാൽ കോമ്പറ്റീഷൻ്റെ മേലെ നിൽക്കുന്നു പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയാം, ഒരു മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് പോലെയാണ് ഇപ്പോൾ ഉള്ളത്. അത് ബ്രേക്ക് ചെയ്യാൻ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. എങ്കിലും ഐ സ്റ്റിൽ ബിലീവ് ഫോർച്യൂണർ ഹാസ് ഇറ്റ്സ് ഓൺ എഡ്ജ് ഓവർ എൻഡീവർ. അത് വണ്ടി എന്ന പ്രൊഡക്റ്റിൽ മാത്രമല്ല, ബേസിക്കലി അതിന് സെയിൽസ് നെറ്റ്വർക്ക്, റീസെയിൽ വാല്യൂ, പിന്നെ സ്റ്റേബിൾ കമ്പനി, അതെല്ലാം ഉണ്ട്. പക്ഷേ so international market I am sure that Everest is scoring better as a product than Fortuner, and market like here it compete also with Prado. അതെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. എനിവേ നമുക്ക് ഇന്ത്യത്തെ കാര്യം ടൈം ഓൺലി വിൽ പ്രൂവ്, സോ വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. സോ ഇതാണ് എൻഡീവറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എത്രത്തോളം കണ്ടിട്ട് നിങ്ങൾക്ക് വണ്ടീനെ കുറിച്ച് എന്ത് തോന്നി എന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പുതിയ എൻഡവർ ഇറങ്ങുന്നുണ്ടെങ്കിൽ എത്ര പ്രൈസിനായിരിക്കും നമ്മുടെ നാട്ടിൽ ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളാണ് ഫ്ലൈ വീലാണ് ആക്ച്വലി ഇങ്ങനത്തെ എക്സ്ക്ലൂസീവ് നിങ്ങൾക്ക് എപ്പോഴും കൊണ്ടുവരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഇനി ഒരുപാട് കൊണ്ടുവരുന്നതായിരിക്കും. അടുത്ത തവണ നമ്മൾ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.